നിങ്ങൾ മിക്കവരും കണ്ടിട്ടുണ്ടാകും ഫാജ് ഫാസിൽ അദ്ദേഹത്തിൻ്റെ 41ാമത്തെ വയസ്സിൽ ഡയഗ്നോസ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ADHD എന്നൊരു കണ്ടീഷനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. എന്താണ് ADHD? അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ചൈൽഡ്ഹുഡ് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ആണ്. ADHD ഉള്ള ഒരാളിൽ അവർക്ക് അടങ്ങിയിരിക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട, അതേപോലെ സെൽഫ് കൺട്രോൾ, അതുമായൊക്കെ ബന്ധപ്പെട്ട ബ്രെയിൻ ഏരിയാസിൻ്റെ ആക്ടിവിറ്റിയിലും ഡെവലപ്മെൻറ്റിലും ഡിഫറൻസസ് ഉണ്ടാകും. ADHDക്ക് 3 കോമ്പണൻസ് ആണുള്ളത്: ഹൈപ്പർ ആക്ടിവിറ്റി, ഇൻഅറ്റൻഷൻ ആൻഡ് ഇമ്പൾസിവിറ്റി. ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആ പേരിലുള്ള പോലെ തന്നെ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിരിക്കും, ഈസിലി ബോർഡ് ആയിരിക്കും ഇത്തരം കുട്ടികൾ. അതായത് അവർക്ക് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റും. രണ്ടാമത്തെ കോമ്പണൻ്റ് ആണ് ഇൻഅറ്റൻഷൻ. പേര് പോലെ തന്നെ അവർക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും, ഇവർ ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. മൂന്നാമത്തെ കോമ്പണൻ്റ് ആണ് ഇമ്പൾസിവിറ്റി. ഇമ്പൾസിവിറ്റിനെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചിന്തിക്കാതെ കാര്യങ്ങൾ പറയുന്നവരായിരിക്കും ഇത്തരക്കാർ. അതായത് ഇവർക്കൊരു ക്വസ്റ്റ്യൻ ഇവരോട് ചോദിക്കുകയാണെങ്കിൽ അത് മുഴുവനായിട്ടും കേട്ട്